ഹായ് ഗൈസ്, വെൽക്കം ടു എ സ്റ്റൈൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ, 2-3 വീഡിയോ ആയിട്ട്. എന്ന് വെച്ചാൽ ഇയർ എൻഡിങ് ഒക്കെ അല്ലേ, അപ്പം ഫിനാൻഷ്യൽ ഇയർ എൻഡൊക്കെ ആയതുകൊണ്ട് സോറി, ചെറിയ ചുമയുടെ പ്രശ്നമുണ്ട്. കുറച്ച് നാളായി തുടങ്ങിയിട്ട് മാറുന്നില്ല. ഇപ്പോൾ കുറേ കുറഞ്ഞു വന്നു. കമ്മിങ് ബാക്ക് ടു ഇപ്പം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ഒക്കെ ആയതുകൊണ്ട് സുധി ആക്ച്വലി നല്ല തിരക്കിലാണ്. ബിസി മാൻ, ബിസി വിളിച്ചാൽ കിട്ടില്ല, മെസ്സേജ് അയച്ചാൽ കിട്ടില്ല. വാട്ട് ടു ഡു, ബിസി മാൻ. ഞാനാണെങ്കിൽ ഒരു പണിയില്ല, ചുമ്മാ ചെറിയ അപ്പോൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു കുഞ്ഞു ഗാർഡൻ എന്ന് പറഞ്ഞിട്ടില്ലേ, കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതിൻ്റെ ഒരു അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ചെടി ഒരുമാതിരി കുറച്ചൊരു ഉഷാറില്ലാതെ നല്ല ഒരു ഇതില്ലാതെ നിൽക്കുകയാണ്. അപ്പം അതിനൊന്ന് മാറ്റി കുറച്ചും കൂടെ ഒന്ന് ഇതാക്കിയിട്ട് നടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്നാൽ പിന്നെ അത് ചെയ്താലോ എന്നൊരു ചിന്ത ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, അതൊന്ന് ശരിയാക്കണമല്ലോ. ഞാൻ ഒരാഴ്ച അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ശരിയാക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇവിടെ പാട് നല്ലോണം കാണുന്നുണ്ടല്ലോ. ചിലവട്ടെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അപ്പം അതിലൊരു ചെറിയ വത്തക്ക ചെടി ഉണ്ടായിരുന്നു. അതിലൊരു പോട്ടിൽ ഒരു ചെറിയ വത്തക്കേൻ്റെ ചെടി ഉണ്ടായിരുന്നു. അത് നന്നാവോ ഇല്ല നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ നോക്കുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കരിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഞാൻ ആ ചെടി ഇന്നലെ വൈകുന്നേരം കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ആ ചെടി എടുത്ത് കളയാമെന്ന് വെച്ചിട്ട് ഇന്ന് രാവിലെ തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. ഒരു 3-4 ചെടിയോ മറ്റൊന്ന് ഉണ്ടാവും, ഒന്ന് സെറ്റ് ചെയ്യണം മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ചെടി നടല്ല, റീപ്ലാന്റ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ചെറിയൊരു തിരി പോലെ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, ആ തിരി വന്നത് അങ്ങ് കരിഞ്ഞു പോയി, പച്ചപ്പങ്ങ് പോയി. എനിക്ക് മൊത്തം എടുത്ത് ഇതിനകത്ത് വേറെ എന്തെങ്കിലും നടണം, നന്നാവില്ല എന്ന് ഉറപ്പായി. അപ്പോൾ റീപ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞത് ഇതാണ്. ഇത് എന്താണെന്നറിയില്ല, ഒരു സുഖമില്ല ചെടി മൊത്തത്തിൽ. ആദ്യമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, നല്ല പച്ചപ്പായിരുന്നു, ഫുള്ളായി വന്നതായിരുന്നു. പിന്നെ ഇതും ചെടി ഉഷാറുണ്ട്, പക്ഷെ നല്ലൊരു സുഖമില്ലാത്തത്. അപ്പോൾ ഇതൊന്ന് റീപ്ലാന്റ് ചെയ്യണം. പിന്നെ അപ്പോൾ ഇത് 3 കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതല്ല, ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വെക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാണ് എൻ്റെത്. ചാക്കിനകത്ത് മണ്ണാട്ടോ, ചാണകവും മണ്ണും കൂടെ മിക്സായ സംഭവമാണത്. അപ്പോൾ ഇവിടുന്നാണ് എൻ്റെ പണിപ്പുര. ഇത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് വീട്ടിലായിരുന്നല്ലോ, എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നു ചെടി കൊണ്ടുവന്നില്ല. ഇതും പിന്നെ ഇത് ഓക്കെ. ബാക്കി പ്ലാന്റൊക്കെ കൊണ്ടുവരാം. ഞാനിത് ആക്ച്വലി ചെയ്യണമെന്ന് കഴിക്കുന്നു, ഒന്നും കൂടെ റീപ്ലാന്റ് ചെയ്യണമെന്ന് കഴിക്കുന്നു. പിന്നെ വെച്ച് വേണ്ട, കുറച്ചും കൂടെ കഴിയട്ടെ, തിരിയൊക്കെ വരുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് റീപ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പം ഇത് ചെയ്യാം.
അപ്പോൾ ഐസില ചെടിയൊക്കെ മാറ്റി നട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതിൻ്റെ വേറെ ചെടി ഉണ്ടായിരുന്നു താഴെ, അപ്പോൾ അത് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചു. ഇനിയിപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആക്ച്വലി ഇതെന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ, ഞാൻ ഈ ചെടിയൊക്കെ നടുന്ന സമയത്ത് ഇവിടെ നമ്മളെ പോണ്ട് ആക്കുന്ന സമയത്ത് ഈ ചെടിയൊക്കെ നട്ടിട്ട് ആക്കിയത്. അപ്പോൾ ആ സമയത്ത് പോണ്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് പൂഴിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഈ ചളി. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഈ ചെടി നടാൻ വേണ്ടി ഇട്ടു. പ്രത്യേകിച്ച് ഇതിനൊക്കെ ഞാൻ നല്ലോണം ഇട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു സുഖമില്ലാതായിപ്പോയത് അതുകൊണ്ടാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ചളീൻ്റെ ഒക്കെ മിക്സ് ആയതുകൊണ്ടായിരിക്കും അതൊന്നും നന്നാവാത്തതെന്ന് തോന്നുന്നു. ഞാനങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഇത് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചളിയൊക്കെ വിറത്തന്നെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്ത് പൂവിരിന്നൊക്കെ വിചാരിക്കും. ഇതൊക്കെ പൂവിരിൻ്റെ സമയമാണ് ഇത് ആക്ച്വലി, ഇത് ഈ ചെടിയൊക്കെ. പക്ഷെ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ പൂവിരിയുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് ചിന്തിക്കുന്നത് ഞാൻ. സ്റ്റാർട്ടിങ് നട്ട സമയത്ത് അങ്ങോട്ട് ഇതിനകത്ത് പൂവൊക്കെ ഇട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തന്നാമെന്നായിരിക്കും. ഇത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നിൽ തന്നെ ഒരുപാടുണ്ടായതുകൊണ്ട് കുറേ ബൾബായിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ചട്ടിയിലാക്കി മാറ്റി നട്ടു. എന്നിട്ട് നോക്കാം എന്താവുമെന്ന്. വൈകുന്നേരം എടുത്ത് നോക്കാം അപ്പുറം ഫ്രണ്ടിൽ. ഇപ്പോൾ തൽക്കാലം ഇത് എടുത്ത് തന്നെ നിൽക്കട്ടെ. അപ്പോൾ വൈകുന്നേരം നമുക്ക് ബാക്കി ഉച്ചയ്ക്ക് ശേഷം ബാക്കി കാണാം. ചെടിയൊക്കെ എടുത്ത് വെക്കാം ഓരോന്നോരോന്നായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ചെടീനെ കുറിച്ച് ഞാനന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. ഇത് പറഞ്ഞിട്ട് പിന്നെ എന്തോ പറഞ്ഞു, പിന്നെ ഈ ചെടീനെ കുറിച്ച് പറഞ്ഞു. ഇത് ആക്ച്വലി ഒരു റെഡ് കളർ, ഇങ്ങനെ ഒരു കുറേ പൂ ഒരുമിച്ച് വരുന്ന പോലത്തെ ഒരു ചെടിയാണ്. നല്ലൊരു റെഡ് കളർ പൂവാണ്, കുഞ്ഞു പൂവാട്ടോ ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതുണ്ടായിരുന്ന പക്ഷെ മറന്നുപോയി ഞാൻ എൻ്റെ പേര് ആക്ച്വലി. മറ്റു ചെടികൾ കൊണ്ടുവെക്കാം. അപ്പോൾ ഇതവിടെ കൊണ്ടുവച്ചു. പതുക്കെ ഓരോ ചെടിയിലെണ്ണം കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ആ സൈഡിലുണ്ടായതാണ്, അവിടെ ഉണ്ടായതാണ്. ഇത് അവിടെ ഞാൻ ഇവിടെ വെച്ച് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ഒരു അറേഞ്ച് ചെയ്തിൽ അങ്ങനെ വെച്ചു. പിന്നെ ബ്ലാക്ക് ഇങ്ങോട്ടും ബ്ലൂ ആ സൈഡിലുണ്ടായതാണ്. രണ്ടും കൂടെ ഒരുമിച്ചാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ ചെടി നന്നായിട്ട് നടാൻ അറിയുന്നവരൊക്കെ പ്ലീസ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ എന്താ പറയുക ഇതൊക്കെ മിക്സ് ചെയ്തൊക്കെ ശരിയാണോ എന്നൊക്കെ. ഞാൻ മണ്ണും എന്താ പറയുക ഓൾറെഡി ഈ ചട്ടിക്കകത്തുള്ള മണ്ണും പിന്നെ കുറച്ച് കൊക്കപ്പിറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നട്ടതാണ്. അപ്പം അറിയുന്നവർ പറയൂ ഏത് രീതിക്കാണ് ചെടി നടേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ലവ് ആൻഡ് പീസ്.